ഗെയിം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴത്തേക്കും കൊണ്ടേ ഇറങ്ങിയത് വെള്ളത്തിലേറ്റു. അത് എന്താണോ നോക്കാം, TNT-ക്കുണ്ട്. അയ്യോ ചെറുപ്പൻ്റെ കഴിഞ്ഞ് ജസ്റ്റിനെ രക്ഷപ്പെട്ടു. അതൊക്കെ നമ്മളെ പഠിക്കുന്നു. ഇതൊക്കെയുള്ള കഴിച്ചെടുത്ത് നടക്കാൻ ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നെയ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ TNT-ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. നല്ല സാധനം. നമുക്ക് ഈ കുണ്ടാമണ്ടി കൊണ്ടിട്ട് എവിടെയെങ്കിലൊക്കെ പോകാം. ഈ തൃശ്ശൂരും കൊണ്ടിട്ട് പൂണാക്കിൻ്റെ താഴ്വാരം തന്നെ. Perfect to get ingredients, the cone and the back and the plates. Okay guys, നമ്മൾ എവിടേക്കൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി ഈ ഫോട്ടോ ഫ്രെയിം കൂടെ ചടിപ്പോ. അയ്യോ, ഇതാണ് ഈ ഒറിജിനൽ ഗുണാക്കിൻ്റെ താഴ്വാരം. ഒരു പേടിയാകുന്നു. Yes, my baby. അല്ല നമ്മളിനി എന്താ ചെയ്യണ്ടേ? വഴിയില്ല, നമുക്ക് എവിടെയെങ്കിലും കയറി പോവാം. അല്ല, ഇനി എങ്ങനെ ഞാൻ മുകളിലോട്ട് കയറും? ഓക്കെ, കയറാം. പൊട്ടിച്ചോണ്ട് ഗണേശ് ഇതുവരെയും പൊട്ടല്ലേ, കുറെ നേരം എടുത്തോണ്ട്. നമുക്ക് ഇപ്പോൾ തൽക്കാലം നൈസായിട്ട് പൊട്ടിക്കാൻ മാറണം. സൂമ്പാൻ പോവാണ്. അയ്യോ മുമ്പില പൊട്ടി തീർന്നു തോന്നുന്നുണ്ട്.
പൊട്ടി തീർന്നു. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. എവിടുന്ന് ഈ വില്ലേജോ അതോ കുതിരേറ്റം കിട്ടുകയാണെങ്കിൽ അതിൽ പോയിരുന്നു ഈ സിറ്റി. പിന്നെ അതിനുള്ള സാധനങ്ങളും ഇല്ലല്ലോ. പിന്നെ മൈൻക്രാഫ്റ്റിൽ എന്തൊക്കെ ഉണ്ടാക്കണം എനിക്കെന്നെ അറിയില്ല. അയ്യോ, ധാരടി ഇവിടെ കൊണ്ടുപോയിട്ടത്. കുതിരനെ കിട്ടി, പക്ഷേ അത് സെറ്റ് ചെയ്യാനുള്ള സാധനമൊന്നുമില്ല. ബെഡുണ്ടാക്കാനുള്ള ഷീപ്പിനെയും കിട്ടി. ഇവനെന്തോന്നാണ് ഈ ചത്ത്. ഓക്കെ, നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സെറ്റിങ്സ് പറ്റി ചെറിയൊരു പരിപാടി പറ്റി ക്രിയേറ്റ് നീക്കിയിട്ട് ഞാൻ സാധനം ഒപ്പിച്ചത്. അയ്യോ, ആളെടുക്കാൻ പറഞ്ഞു ഗൈസ്. നമ്മുടെ ഗൈസ് ലൈഫ് പോണത് വേഗം കൊല്ലട്ടെ ഇന്നെ. ഇവൻ ചാവുന്നില്ല ഗൈസ്. അയ്യോ, ഞാൻ ഇപ്പം ചാവേ. പോടാ ഒന്ന് ഞാൻ പോടാ. ഇവനെ കൊണ്ട് എന്തായാലും നാട്ടാരെ എന്നെ കൊല്ലാൻ വരുന്നേ. എന്തിനു ചാറിൻ്റെ ഒറ്റയ്ക്ക് പിഞ്ഞുമൊന്നും നമ്മളെന്തെങ്കിലാക്കും. എല്ലാ ടൈമും കിട്ടി എന്നീ പരിപാടി. നമ്മൾ നൈസായിട്ട് ക്രിയേറ്റീവ് ആക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് രാവിലെ ആവാൻ വേണ്ടി എത്തിയതല്ല, നമ്മൾ ക്രിയേറ്റീവ് ആക്കിയിട്ട് നേരെ അവിടെ ബെഡ് എത്തിച്ച്. എൻ്റെ കുതിര എവിടേക്കും പോകല്ലേ, ഞാനുണ്ട്. കയറെടുത്തില്ല, ഇവിടെ കയറിട്ട് ആരൊക്കെ എന്താണ്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഇത് ഇവിടെ കിട്ടിയ നമുക്ക് എന്നിട്ട് നേരെ ഇത് വെക്കാനുള്ളൊരു സ്ഥലം ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് സർവൈവലാക്കാൻ നോക്കാം. ചത്ത ഇവിടെ വന്ന് സ്പോണാവും ചെയ്യാം. നമ്മൾ കുറേ നേരം ഈ ഇങ്ങനെ ആക്കി കളിക്കും. നമ്മളിങ്ങനെ ഇവിടെ എല്ലാം വെട്ടിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വീടുണ്ടാക്കാനുള്ളൊരു വലിയ സ്ഥലം കിട്ടും. എൻ്റെ പ്ലാനിങ് ഒരു മണ്ണിൻ്റെ അടിയിലെ വീട്, അണ്ടർഗ്രൗണ്ട് പ്ലേസിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ബങ്കറൊക്കെ ഉണ്ടാവില്ലേ അത്. കറക്റ്റ് വീടിൻ്റെ അടിയിലൊക്കെ ബങ്കറല്ലാണ്ട് ഇത് അണ്ടർഗ്രൗണ്ട് ഹൗസ്.
ഇവിടെയും കൂടി ഒന്ന് നീട്ടിട്ട് പിടിക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാ സൈഡും കുഴിച്ചെടുത്തേക്കാണ്. നമുക്ക് വീടൊന്ന് നൈസിറ്റി റെഡിയാക്കി എടുക്കാൻ എന്താ എടുക്കുക. ഇതെടുക്കാം മരം റെഡിയാണ്. അതാണ് അങ്ങനെ തന്നെ. അപ്പം നമ്മളിങ്ങനെ കൊണ്ടുവരുന്നു. നമ്മൾ കുറച്ച് പെൺകുട്ടിക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ പണിയൊക്കെ നടത്താം. അവിടെ നിന്ന് വാറിൻ്റെ മറ്റേ ന്യൂസാണ് കേൾക്കുന്നത്. എനിക്ക് ഏകദേശം ഇഷ്ടമൊക്കെ വാറിൻ്റെ ന്യൂസാണ്. അപ്പോൾ അതാണ് ഞാൻ കുറച്ചേരം വാഴ അടക്കി പിടിച്ചത്. തറ എന്നെ റെഡിയാക്കി. വീട്ടിൽ നോക്കുക. ഇപ്പം അവിടെ എന്തൊരു സാധനം ലിസിങ്ങൾക്ക് ഇവിടെ കാണില്ല ഒരു വര. നമുക്കൊന്ന് അവിടെ ചെന്ന് നോക്കാം.
ഇപ്പോൾ ഒരെണ്ണം കാണില്ല. ഇപ്പോൾ ഒന്നും കാണില്ല. ആ അതാ നിൽക്കുന്നത്. കടലിലടിത്തട്ട് ആയി നല്ല ഇങ്ങോട്ട് ഇസ്ത് കാണേ. നമുക്കൊന്ന് തട്ടി വെക്കാം. അതൊന്നും തട്ട് പോയി. സ്നേഹിച്ചിട്ട് ഒന്നും പോവാം. വെറുതെ പോന്ന നമുക്ക് അവിടെ വീട് നൈസിറ്റ് ഉണ്ടാക്കട്ടെ. കുറേ കുളമുണ്ട്. ഏതാ സിനിമ? സൂര്യയിൽ ഏതൊരു സിനിമ ഉണ്ട്, അതിൻ്റെ സൗണ്ടാണ്. നമുക്കെന്തായാലും ഇവിടെ എന്തായാലും ഇത് ചെയ്തു കൊണ്ടിരിക്കുക. റെഡി. റെഡി.
കേസ് നമുക്ക് പിന്നീട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഓക്കെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം പകുതി എത്തി. ഓക്കെ, ഫുള്ളാക്കാൻ കഴിയുമോ നോക്കാം. വേഗം ഫുള്ളാക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്തുണ്ടോ? നിങ്ങൾ വെയിറ്റ് ചെയ്ത് മടുക്കുന്നെങ്കിൽ ഫൈനലി ഏകദേശം പണി വീടിൻ്റെ എത്രയായി. ഇനി ഫർണിച്ചറൊക്കെ വാങ്ങി എല്ലാം സെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് വീടിൻ്റെ ഉള്ളിൽ. അങ്ങനെ വീടിൻ്റെ ഉള്ളൊക്കെ നമ്മൾ റെഡിയാക്കിച്ച് കുറേ നേരം എടുത്ത് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മാമന്മാരെടുത്ത് പുറത്തിടണം. അത് നമുക്ക് ചെയ്യാം. കുറച്ച് വെളിച്ചം നോട്ടെ. ഇനി വെറ്റകളെന്തെങ്കിലുമൊക്കെ ചെയ്യണം. വാളെടുക്കാം. വാളെടുത്താൽ തന്തപ്പടി വാളടിക്കും. അപ്പടി തള്ളക്കിട്ട് പിന്നെ മുപ്പച്ചേട്ടൻ നമ്മൾ വീടിൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്നു. അതിനൊക്കെ നമ്മളിപ്പോൾ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വാതിലൊക്കെ ഇനി പണിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ചെയ്ത് തീർത്തിട്ട് അടുത്ത വീഡിയോയിൽ വന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ വീട് ഇങ്ങനെ എത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഫർണിച്ചേഴ്സ് ഉണ്ടാവും, അണ്ടർഗ്രൗണ്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ ഈ മുൻഭാഗത്ത് ഈ പൊടിയൊക്കെ മാറ്റും. പിന്നെ കുതിരയ്ക്ക് ഉള്ളൊരു കൂടുണ്ടാവും. പിന്നെ ഒരു കുതിര വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ഇവിടെ ഒരു കുതിര വന്നിട്ടുണ്ട്. അതിന് കഞ്ചി പിന്നെ ഒരു ആർമർ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കുതിര ഇതെന്തോന്നടി ഒരു മനസ്സാക്ഷിയില്ലാത്ത പരിപാടിയാണ്. ഒരിക്കലും കുതിര മനസ്സാക്ഷിയുള്ള പരിപാടി കാണിക്കും.
ഒന്നും മനസ്സിലാക്കിയില്ലാത്തവരുടെയാണ്. കുതിര എന്നെ ഇവിടെ ഇറക്കി പോവല്ലേ, ഞാനുണ്ട്. എന്താടേ ഓക്കെ ഒന്നുകൂടി ഒന്നുകൂടി കയറി വെക്കാം. എവിടെയാണ് എല്ലാം വെച്ച് ഇതും വെച്ച് ഇനി നമ്മുടെ പണി ഇതിന് എവിടെയെങ്കിലും സ്ഥലത്ത് കെട്ടിയിടാം. നമ്മുടെ കെട്ടിയിടാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ 2 കുതിരകളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വീട് നല്ല അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. നല്ല അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ അപ്ഗ്രേഡ് അല്ല, ഇത് അണ്ടർഗ്രൗണ്ട് ബേസ് ആണ് ഇതിന്. അതിന് ശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും വീണ്ടും കാണാം. അതിന് മുമ്പ് കുട്ടി കുതിരയ്ക്കൊരു കൂടുണ്ടാക്കണം. പക്ഷേ ഈ കുട്ടിക്കുതിര അവിടെ നിൽക്കുന്നില്ല, എന്ത് ചെയ്യുന്നില്ല. കുതിര കുറച്ച് ദിവസം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. കുതിരയ്ക്ക് കൺഫ്യൂഷനാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്താണിത്? ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കിയിട്ട് എന്തായാലും നമുക്ക് കാണാം. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആകെ 5 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഒന്ന് കൂട്ടിത്തരണം പ്ലീസ്. പ്ലേ ബട്ടൺ കിട്ടാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു തുടക്കം മാത്രമാണെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യില്ലേ പ്ലീസ്. അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങൾ പറയുന്നൊരു ഗെയിം, നിങ്ങൾ കമൻറ്റിലിടുന്ന ഒരു ഗെയിം ഞാൻ കളിക്കുന്നതാണ്. അതും നിങ്ങളിപ്പോൾ കമൻറ്റിലൊരു ഗെയിം ഇടുകയാണെങ്കിൽ അതിന് നിങ്ങൾ കുറേ ഗെയിം കമൻറ്റിടുക. ഏത് കമൻറ്റിനാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അതിന് ഞാനൊരു റിപ്ലൈ കൊടുക്കും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കും. പിന്നെ ആ കമൻറ്റ് വന്ന അടുത്ത ദിവസം ഒരു വീഡിയോ, ആ ഗെയിം പ്ലേയുടെ വീഡിയോ എന്തായാലും ഞാൻ കളിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗൈസ് ബൈ.